നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ച കാര്യം നിങ്ങളുടെ ഓഫീസിൽ MD ആയ അമലിനും പിന്നെ മറ്റേ സ്റ്റാഫായ ക്രിസ്റ്റീനയ്ക്കും അറിയത്തില്ല. ഈ വിഷയം അവരോട് പറയണം. അത്രയും ഓക്കെയാണ്? ഓക്കെ ആണല്ലോ. പിന്നെ നിന്റെ കയ്യിലിരിപ്പ് കാരണം അവിടുത്തെ സ്റ്റാഫായ ക്രിസ്റ്റീനയ്ക്ക് നിന്നോട് ഭയങ്കര പ്രേമം. അത് വളരെ ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ. അത്രേ ഉള്ളെന്ന് പറഞ്ഞാൽ പപ്പ അത് നിസ്സാരമല്ല. അതായത് ഈ ഇലയ്ക്കും മുള്ളിനും കഴിയാത്ത രീതി പപ്പ സോൾവ് ചെയ്യണം. ഓ, ഇലയെന്ന് ഉദ്ദേശിച്ചത് നിങ്ങളുടെ മറ്റേ വളയായിരിക്കും. ഇലയ്ക്ക് കുറച്ച് അധിക വേദന എടുത്തിട്ട് ഒരു കുഴപ്പമില്ല പപ്പ. ഇലയും മുള്ളും അതിനും അവിടെ കൂടെ കൊണ്ടുവന്നേക്കുന്നു ഉപമിക്കാൻ. ഇവിടെ ഇതല്ല, ഇതിന്റെ അപ്പുറം പ്രശ്നങ്ങൾ ഞാൻ സിമ്പിൾ ആയിട്ട് വളരെ സോൾവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പാർട്ടിയിലോട്ടാവുന്ന എന്തെല്ലാം പ്രശ്നങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ട്. അതെ, രണ്ടിനും വിവരമുണ്ടാ? നീയൊക്കെ എന്ത് പണിയാണ് കാണിച്ചത്? ഈ പപ്പേനോട് ഓഫീസിലെ കാര്യങ്ങളൊക്കെ വിളമ്പാൻ പോയി എന്തിനാണ്? അത് പിന്നെ പപ്പ ഓഫീസിലെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് തരാന്ന് പറഞ്ഞു. സോൾവ് ചെയ്യാനാണെങ്കിൽ കുഴപ്പമില്ല, ഇത് കൂടുതൽ പ്രശ്നമാവുന്നാ തോന്നണത്. അതെന്ത് പറ്റി? പപ്പ നാളെ ഓഫീസിലേക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളെ കൂടി? നാളെ എന്തോ പാർട്ടിയുടെ യൂത്ത് വിങ്ങിലെ 4 പിള്ളേരോടെ നിങ്ങളുടെ ഓഫീസിലേക്ക് വരാനായിട്ട് ആരോണ്ടും വിളിച്ചു പറയുന്നത് കേട്ട് ഞാൻ. എന്തിനാന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അത് നാളെ വരുമ്പോ അറിയാം. പാർട്ടിയുടെ യൂത്ത് വിങ്ങിലെ പിള്ളേരാണ് ഗുണ്ടകളാണ് എന്നൊക്കെ നാളെ വരുമ്പോ അറിയാൻ പറ്റും. ഗുണ്ടകളോ? മമ്മി എന്തൊക്കെയാ പറഞ്ഞ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതെ, നിങ്ങൾ കല്യാണം കഴിച്ച കാര്യം പപ്പ ഓഫീസിൽ വന്ന് സോൾവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടാ? പറഞ്ഞു. ഈ ക്രിസ്റ്റീനയ്ക്ക് ഇവനോട് സ്നേഹമാണെന്നുള്ള കാര്യം സോൾവ് ചെയ്യാന്ന് പറഞ്ഞ? അതും പറഞ്ഞു മമ്മി. അതിനിപ്പോ എന്താ? അപ്പൊ എല്ലാം പറഞ്ഞ്. പക്ഷെ ഒരു കാര്യം മാത്രം നിങ്ങൾ വിട്ടുപോയി. എന്ത് കാര്യം? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാ മമ്മി, എന്ത് കാര്യം? അമലിന് നിന്നോട് പ്രേമമാണെന്നുള്ള കാര്യം അത് പറഞ്ഞ നീ? അയ്യോ, അത് പറയാൻ വിട്ടുപോയി. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത്രേ ഉള്ള മമ്മി പറഞ്ഞിട്ട് ഞാൻ പേടിച്ചു പോയല്ലോ വേറെന്ത് വലിയ സംഭവമാണെന്നുള്ളത്. അയാതാലും ക്രിസ്റ്റീനയുടെ കാര്യം പറഞ്ഞല്ല, അതുപോലെ ഇതും അങ്ങ് പറയും. അത്രയല്ലേ ഉള്ളല്ലേ? അയ്യോ, മമ്മി പറഞ്ഞത് കേട്ടപ്പോ ഞാനും അങ്ങ് പേടിച്ചു പോയി. എന്നാ ഇത് അങ്ങനെയല്ല. ഇവന്റെ കാര്യം പോലെയല്ലേ നിന്റെ കാര്യം, പ്രത്യേകിച്ച് നിന്റെ പപ്പയ്ക്ക്. കേട്ടാ? അത് ശരിയാണ്. പപ്പയ്ക്ക് ഇപ്പൊ ഇവളെ ഭയങ്കര സ്നേഹമാണ്. ഇവളല്ലേ ഇപ്പം സ്വന്തം മോള്. നിന്നെ ആരെങ്കിലും സ്നേഹിക്കണ്ടെന്ന് പറഞ്ഞാൽ പപ്പയ്ക്ക് വലിയ പ്രശ്നമില്ല. പപ്പ ചിലപ്പോ അത് ചിരിച്ചു തള്ളി കളഞ്ഞിരിക്കും. പക്ഷേ ഇവളെ ആരെങ്കിലും പ്രേമിക്കണ്ടെന്ന് പറഞ്ഞാലേ പുള്ളി അങ്ങനെയായിരിക്കില്ല പ്രതികരിക്കുക. അതെന്താ മമ്മി അങ്ങനെ? അതങ്ങനെയാണ്. പണ്ടേ ഞങ്ങൾക്കൊരു ബന്ധു ഉണ്ടായിരുന്നു, ഷീലാൻഡി എന്ന് പറഞ്ഞിട്ട്. അവർക്കൊരു മോളുണ്ടായിരുന്നു, ജോയിസിന്ന്. അവളെ നമ്മുടെ പപ്പയ്ക്ക് ഉണ്ടല്ലോ ഭയങ്കര കാര്യമായിരുന്നു. ഇപ്പൊ നിന്നെ എങ്ങനെ കണ്ടേ അതേപോലെ തന്നെയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. കഷ്ടകാലത്തിന് ആ കൊച്ചിനെ ആ നാട്ടിലുള്ള ഏതാണ്ട് ഒരു പയ്യന് ഇഷ്ടമായിരുന്നെന്നും അവന്റെ പുറകെ നടക്കണ്ടെന്നും പപ്പ അറിഞ്ഞു. അന്ന് ഇന്നത്തെ പോലെ സമാധാനം സംസാരിക്കാൻ ചെയ്യുന്നതാണ്. അപ്പൊ അവ ആ ചെക്കനെ എന്തോ പപ്പയ്ക്ക് ഇഷ്ടമില്ലാത്ത എന്തോ സംസാരിച്ചു. അതോടെ കഴിഞ്ഞില്ലേ. അവളോട് ചോദിച്ചപ്പോ അവക്കാണെങ്കിൽ ആ ചെക്കന് ഇഷ്ടമല്ലെന്നും പറഞ്ഞു. പിന്നെ പറയണ്ടത്ത, പിന്നെ നടന്ന പുകിലൊന്നും പറയണ്ട. നാട്ടുകാരറിഞ്ഞു, വീട്ടുകാരറിഞ്ഞു, പിന്നെ രാഷ്ട്രീയക്കാരും ഇതിൽ ഇടപെട്ട് എല്ലാം കൊളായി. പിന്നെ അവസാനം ആ ചെക്കന് പേടിച്ച് നാട് വിടേണ്ടി വന്നു. മോളെ പോലെയുള്ള കരുതിയ കൊച്ചല്ലേ, പുള്ളി സഹിക്കോ? പുള്ളി ആ ചെക്കനെ കൊന്നേ അടങ്ങുന്നുള്ള അവസ്ഥയിലായിരുന്നു. ചെക്കൻ പേടിച്ച് എങ്ങോടെ പോയെന്ന് പിന്നെ ആരും കണ്ടിട്ടേ ഇല്ല. എന്തായാലും പപ്പ നാളെ ഓഫീസിൽ വരും. അമലിനെ കാണുകയും ചെയ്യും. അമലെല്ലാം പപ്പയോട് തുറന്നു പറയുകയും ചെയ്യും. അതാ പട്ടി എന്തായാലും പറയും. അപ്പൊ പിന്നെ പപ്പ എങ്ങനെയാണ് പ്രതികരിക്കണെന്ന് പറയാൻ പറ്റും? ഇവളോട് ചോദിച്ചാൽ ഇവള് എന്ത് പറയും? ഇഷ്ടമാണെന്നാ ഇഷ്ടമല്ലെന്ന് പറയും. എന്ത് പറയൂടി? അല്ലെന്ന് പറയും. അപ്പൊ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഒന്നാമത്തെ പുള്ളിക്ക് നിന്നോട് ഓവർ കെയറിംഗ് ആണ്. അപ്പൊ പിന്നെ അങ്ങനെയുള്ള ഒരാള് ഇത് ഇലയ്ക്ക് പുള്ളിനും കേടില്ലാതെ സോൾവ് ചെയ്ത് നിനക്ക് തോന്നണ്ട? എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ല, ആ പുറത്ത് നിൽക്കുന്ന 4 പിള്ളേരുണ്ടല്ല അകത്തോട്ട് അങ്ങ് കേറും. ഒന്ന് പറഞ്ഞ് രണ്ടാം വാക്കിന് എന്തും ചെയ്യാൻ മടിക്കാത്ത പിള്ളേരാണ്. അവന്മാരെ അമലിന് എന്തെങ്കിലും ചെയ്താലുണ്ടല്ല കാര്യം വേറെയാണേ. പിന്നെ രാഷ്ട്രീയക്കാരുടെ വ്യക്തിവൈരാഗ്യം നിനക്കറിയാല്ല. അവര് എന്താ കാട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടാ. ഇനിയിപ്പൊ എന്ത് ചെയ്യണ്ടോ അമ്മ? മമ്മി, ഞാൻ എവിടുത്തെ പറഞ്ഞൊന്ന് പറയേണ്ടത് ഇവളാണ് ചെന്നെല്ലാം പറഞ്ഞു കൊടുത്തു. അതിപ്പോ എനിക്കറിയാമോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയി തീരുമെന്ന്? അതെ, പപ്പ എന്തായാലും നാളെ നിങ്ങളെ കൂടി ഓഫീസിലേക്ക് വരാൻ ഇറങ്ങും. അപ്പൊ ജന്മം ചെന്നാ സമ്മതിക്കരുത്. എന്തെങ്കിലും പറഞ്ഞ് തടഞ്ഞു നിർത്തിക്കോളണം. എന്നാലേ കാര്യങ്ങളൊക്കെ ശരിയാവുള്ളൂ. കേട്ടാ?